ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ രാവിലെ തന്നെ ഒരു കാര്യം പറഞ്ഞു തരട്ടെ. അവനവൻ്റെ കാര്യങ്ങളൊക്കെ അവനവൻ തന്നെ ചെയ്യണതാണ് കേട്ടോ ഏറ്റവും ബെസ്റ്റ്. അപ്പോൾ ഇപ്രാവശ്യത്തെ മദ്രസിലെ ബുക്സൊക്കെ സയാനോട് തന്നെയാണ് ഞാൻ പൊതിയാൻ പറഞ്ഞത്. ഓൻ അതേപോലെ തന്നെ അടിപൊളിയായിട്ട് പൊതിഞ്ഞിട്ടുണ്ട് കേട്ടോ. നല്ല നീറ്റായിട്ടൊന്നും വന്നിട്ടില്ലെങ്കിലും ഫുൾ ബുക്സ് പൊതിഞ്ഞത് ഓനാണ്. വെട്ടിക്കുട്ടിയുടെ കടലാസൊക്കെ പെറുക്കിടുക എന്നുള്ളതൊരു ടാസ്ക് ആയിരുന്നു എനിക്ക്. പക്ഷെ അത് പൊതിഞ്ഞതുകൊണ്ട് ഭയങ്കര ഹെൽപ്ഫുൾ ആയിട്ടോ. പിന്നെ സ്റ്റാപ്പർ അടിച്ചതൊക്കെ ട്രെയിന് പോണ പോലെയാണ് നിരത്തി അടിച്ചിട്ടുണ്ട്. എന്തായാലും വേണ്ടില്ല, അവനത് പൊതിയാൻ പഠിച്ചല്ലോ. ഇനിയിപ്പോൾ അടുത്ത പ്രാവശ്യം പൊതിയും. അങ്ങനെ പൊതിഞ്ഞു പൊതിഞ്ഞു അവനൊരു പൊതിച്ചിൽ എക്സ്പേർട്ടുകാരനാവും എന്നാണ് എൻ്റെ ഒരു ഇത്. അപ്പോൾ എന്താ പറയുക, അപ്പോൾ നമ്മൾ പറഞ്ഞു തന്നത് അങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ഓർക്ക് ഇപ്പം തന്നെ ചെയ്ത് പഠിപ്പിക്കുക കേട്ടോ. ഓനക്ക് ആന മടിയനാണ്. ഒന്നും ചില സമയത്ത് കുമ്പിടണ ഓനക്ക് ഭയങ്കര മടിയാണ്, അത്രക്കും മടിയനാണ്. പിന്നെ അർഷാക്കു ചെറുതായിട്ടൊക്കെ കാറ്റഗറി പെടുന്നതുകൊണ്ട് ആ സ്വഭാവം ഏതാണ്ട് ഓനക്കൊക്കെ ഉണ്ട്. അപ്പോൾ ഓനെ ഞാൻ അതിൽ നിന്നും എങ്ങനെ മാറ്റിയെടുക്കുക എന്നുള്ളൊരു എന്താ പറയുക റിസർച്ചിലാണ് ഇപ്പോൾ ഉള്ളത് കേട്ടോ. അപ്പോൾ ചെറിയ ചെറിയ പരിപാടികളൊക്കെ ഞാൻ ഓനോട് ചെയ്യാറുണ്ട്. എന്നാലും ഇടയ്ക്ക് അടിച്ചു വാരും, പാത്രം കഴുകും, അങ്ങനത്തെയൊക്കെ ചെയ്യും കേട്ടോ. എന്നാൽ മടി ഉണ്ടേനും അങ്ങനെ ഒരു പ്രത്യേകതരം മനുഷ്യനാണ്. എന്തായാലും ഓനിക്കുള്ള ചായയാണ് ഇപ്പോൾ ഞാൻ ആറ്റിക്കൊണ്ടിരിക്കുന്നത്. രാവിലെ തന്നെ മദ്രസ ഉണ്ട് കേട്ടോ. ഉറക്കം തെളിഞ്ഞിട്ടില്ല, കണ്ണൊക്കെ തിരുമ്മി ഈറ വന്നിട്ടാണ് നീട്ടിട്ടുള്ളത്. എന്നാലും പെട്ടെന്ന് വിളിച്ചാൽ എണീക്കും, പല്ല് തേക്കും, ഓൻ്റെ കാര്യങ്ങൾ ചെയ്യുകയൊക്കെ ചെയ്യും കേട്ടോ. നിസ്കരിക്കാൻ നിന്നാലൊക്കെ ഭയങ്കര ഡിലേ ആണ്. ഒരു 2 റക്കാത്ത് നിസ്കരിക്കണമെങ്കിൽ കുറേ സമയം വേണം. അപ്പോൾ എന്തായാലും ഇതെന്ന് നമുക്ക് രാവിലെ കഴിക്കാൻ വേണ്ടിയിട്ട് നൂൽപുട്ടും കിഴങ്ങറിയാണ് കേട്ടോ. അപ്പം പെട്ടെന്ന് അതൊക്കെ റെഡിയാക്കി എടുക്കുന്നുണ്ട്. ഞാൻ ഇപ്പോൾ ഇത് ഉണ്ടാക്കി കഴിഞ്ഞാലും അത് കഴിച്ചിട്ടൊന്നും പോകില്ല, ഓൻ വന്നിട്ടേ കഴിക്കുള്ളൂ. രാവിലെ എന്തെങ്കിലും ചായ സ്നാക്സ് എന്തെങ്കിലുമൊക്കെയാണ് കഴിക്കുക കേട്ടോ. ഇത് ഞാൻ എപ്പോഴും പറയുന്നതാണ്. കാരണം എന്താ പറയുക, ഞാനൊക്കെ മദ്രസ പോകുമ്പോൾ എനിക്കൊക്കെ കടിയും കറിയും ചായയൊക്കെ കിട്ടണം, ഇല്ലെങ്കിൽ ഞാൻ വൈലൻ്റ് ആവും. എനിക്ക് ഭയങ്കര വിശപ്പാണ്. അപ്പോൾ ഉമ്മയൊക്കെ രാവിലെ നേരത്തെ നീട്ടിട്ട് ചായയും കടിയൊക്കെ ഉണ്ടാക്കി തരും കേട്ടോ. ചിലപ്പോൾ ചൂടോടുക്കുന്ന ദോശയും കറിയൊക്കെ തരും. ഞാനൊക്കെ അത് തിന്നിട്ടാണ് പോയത്. അപ്പം എന്തായാലും ഈ മക്കൾക്കൊന്നും വേണ്ടാന്നാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് എനിക്ക് വലിയ ധൃതിയിൽ ഇത് ഉണ്ടാക്കണമെന്നൊന്നുമില്ല. അർഷാക്കൊക്കെ നീക്കുമ്പോഴേക്കിന് സമയം പിടിക്കും, അപ്പോഴേക്കിന് മതി കേട്ടോ. അപ്പോൾ ഞാൻ നമ്മുടെ കുക്കറിലാണ് കിഴങ്ങറി വെക്കുന്നത്. ഇത് നല്ലൊരു കറിയാണ് കേട്ടോ. എല്ലാ ചായയുടെ കടയുടെ കൂടിയും സൂട്ടാവുന്ന ഒരു കറിയാണ്. ഇന്ന് അർഷാക്കു ലീവാണ് കേട്ടോ. ആൾക്കൊന്നൊരു മത്സരമുണ്ട്. കാസർഗോഡാണ് മത്സരം നടക്കുന്നത്. മത്സരം ഞാൻ എപ്പോഴും പറയുമെങ്കിലും എന്ത് മത്സരമാണെന്ന് ചിലപ്പോൾ ഞാൻ പറയാറില്ല കേട്ടോ. ചിലപ്പോൾ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടാവും. ഓർക്ക് വേണ്ടിയിട്ടാണ് ഇപ്പോൾ പറയുന്നത്. വടംവലി മത്സരമാണ്. ആളൊരിതിൽ മറ്റേ പ്രൊഫഷണൽ ആണെന്നൊക്കെ വേണമെങ്കിൽ പറയാം. ഓക്കെ, അപ്പോൾ എന്തായാലും ആൾക്കൊരു മത്സരം ഉണ്ട്. അപ്പോൾ ദൂരം ആയതുകൊണ്ട് തന്നെ ലീവ് എടുത്തിട്ട് രാവിലെ പോകാനുള്ള പരിപാടിയാണ്. നല്ല ഉറക്കാണ് കേട്ടോ. അപ്പം കാരണം പട്ടിണിയൊക്കെ കിടന്നിട്ടാണ് പോകുന്നത്. അപ്പോൾ ഉറക്കം ശരിയല്ലെങ്കിൽ പ്രശ്നമാണെന്നൊക്കെ പറഞ്ഞിട്ട് ഉറങ്ങുന്നുണ്ട്. അപ്പോൾ നൂൽപുട്ട് സെറ്റായിട്ടുണ്ട്. അതിൻ്റെ ഇപ്പോൾ തേങ്ങ പൊളിക്കണം കേട്ടോ. നമ്മുടെ വീട്ടിൽ ഈ ഒരു തേങ്ങ പൊളിക്കുന്ന സാധനമില്ല. ഞാനിത് മേലെ നമ്മുടെ എളാപ്പാൻ്റെ വീട്ടിൽ നിന്ന് പോയി എടുത്തു കൊടുത്തിട്ടാണ് ഈ പൊളിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എന്തായാലും തേങ്ങ ഭയങ്കര ടഫായിരുന്നു, ടഫ് ടാസ്ക്. അതൊക്കെ പൊളിച്ചെടുത്തിട്ട് കുക്കറിലെ കിഴങ്ങൊക്കെ വെന്തിട്ടുണ്ടായിരുന്നു, ഒന്ന് ഉടച്ചു കൊടുത്തു. കുക്കറിൽ ഇപ്പോൾ തക്കാളി, ഉള്ളി, പച്ചമുളക്, പിന്നെ നമ്മളെ പൊടികൾ, മഞ്ഞൾ, മല്ലിമുളക് അതൊക്കെയാണ് കേട്ടോ. അതൊക്കെ ഇട്ട് വേവിക്കുക. അത് കഴിഞ്ഞിട്ട് നമ്മൾ തേങ്ങ വറക്കണം. കുറച്ച് ഉലുവ, കുറച്ച് വലിയ ജീരകം, പിന്നെ വെളുത്തുള്ളി, ചെറിയുള്ളി. അത് കഴിഞ്ഞിട്ട് നമ്മൾ കുറച്ച് കറിവേപ്പില എല്ലാം കൂടി ഇട്ടൊന്ന് വഴറ്റിയെടുത്തിട്ട് നമ്മൾ ആവശ്യത്തിനുള്ള തേങ്ങ ഇട്ട് കൊടുക്കുക. തേങ്ങ വറക്കാനാണ് കേട്ടോ. അതിൽ കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊരു ബ്രൗൺ കളർ ആയണ വരെ വറക്കുക. എന്നിട്ട് മിക്സിയിലിട്ട് മഷി പോലെ അരക്കുക. എന്നിട്ട് നമ്മുടെ കുക്കറിലോട്ട് ഒഴിക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് ജസ്റ്റ് തിളപ്പിച്ചെടുക്കുക. ഈ കറി എല്ലാത്തിൻ്റെ കൂടെയും ടേസ്റ്റ് ആണെന്ന് ഞാൻ പറഞ്ഞില്ലേ. നല്ല ഏറ്റവും കൂടുതൽ എനിക്ക് ടേസ്റ്റ് ആയിട്ട് തോന്നിയിട്ടുള്ള പത്തിരിയുടെ കൂടെയാണ് കേട്ടോ. അപ്പോൾ ഇനി ലാസ്റ്റ് ഫൈനൽ സെക്ഷൻ ഒന്ന് വെളിച്ചെണ്ണയിൽ ഉള്ളിയും മുളകും ഒന്ന് തൂമിച്ചൊഴിക്കുക കേട്ടോ. അപ്പോൾ നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ഞാനിതേ ചായയും നൂൽപുട്ടും കറിയൊക്കെ എടുത്തിട്ട് കഴിച്ചിട്ടുണ്ടായിരുന്നു. നമ്മുടെ ഹൈസുവിന് വാക്കർ എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഓൻ അതിന് ഇരിക്കാനായിട്ടില്ലെങ്കിലും ചെറുക്കന്മാർ അതിലിരുത്തി ഇങ്ങനെ ഉരുട്ടി കൊടുക്കും. ഇവിടെ എന്തെങ്കിലും കൊടുന്നാലും പ്രശ്നമാണ് കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഞാൻ കുട്ടിക്കുള്ള ഫുഡൊക്കെ സെറ്റ് ചെയ്യാൻ കേട്ടോ. ഇപ്പം ഞാൻ മറ്റേ സൂചി ഗോതമ്പ് ഉണ്ടല്ലോ, അത് തലേദിവസം വെള്ളത്തിലിട്ടിട്ട് അത് പിഴിഞ്ഞെടുത്തിട്ട് അതാണ് കേട്ടോ തേങ്ങാപ്പാലിലാണ് കൊടുക്കാറ്. എന്നാലും എനിക്ക് നല്ല ഇഷ്ടമാണ് അത്. അപ്പോൾ അങ്ങനെയാണ് കൊടുക്കുന്നത്. തേങ്ങാപ്പാലിലാണ് നമ്മുടെ സൂചി ഗോതമ്പ് വിരകി കൊടുക്കാറ്. അത് നല്ലതാണ് കേട്ടോ കുട്ടികൾക്ക് കൊടുക്കുന്നത്. അപ്പം ഇപ്പോഴത്തെ ഫുഡ് അതാണ്. രാവിലെ കോര, വൈകുന്നേരം സൂചി ഗോതമ്പ്, അല്ലെങ്കിൽ വൈകുന്നേരം കോര, രാവിലെ സൂചി ഗോതമ്പ്, അങ്ങനെയൊക്കെ ആയിരിക്കും നമ്മൾ കൊടുക്കുന്നത്. അതിൻ്റെ ഇടയിൽ കഞ്ഞിയൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അർഷാക്ക് കഞ്ഞി അച്ചാറൊക്കെ കഴിച്ചിട്ട് വണ്ടി വന്നിട്ട് അപ്പോഴേക്കിനെ കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ അപ്പോൾ ആൾ പോവുകയാണ്. കാസർഗോഡ് എത്തണ്ടേ, അങ്ങനെ ടാറ്റ ബൈ ബൈ എന്നൊക്കെ പറഞ്ഞിട്ട് ആൾ പോയിട്ടുണ്ട്. അതിൻ്റെ ഇടയിൽ നമ്മുടെ ശൈലത്താത്ത നമ്മുടെ ഇവിടെ തന്നെ ഉണ്ടായ ഒരു പപ്പായാണ് കേട്ടോ. അതൊക്കെ കട്ട് ചെയ്ത് വൃത്തിയാക്കി നീറ്റാക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു. അടിപൊളി ടേസ്റ്റാണ്. അങ്ങനെ അതൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ നേരെ പോയത് എടുക്കാമെന്നറിയോ, സ്കൂളിലൊക്കെ ആണ് കേട്ടോ. അന്ന് സ്കൂളിലൊരു മീറ്റിംഗ് ഉണ്ട്, കുട്ടികളുടെ പാരൻസ് മീറ്റിംഗ് ആണ്. പിന്നെ അതുമല്ല നമ്മുടെ ഇസുവിനെ സ്കൂളിൽ ചേർത്താനായിട്ടുണ്ട്. 5
5 വയസ്സായിട്ടോ, ലേറ്റായിട്ടാണ് നമ്മൾ ചേർത്തത്. എന്നാലും സാറില്ല, അപ്പോൾ LKG ചേർത്തിട്ട് പിന്നെ UKGയിൽ ഇരുത്താതെ ഒന്നിക്ക് ഇരുത്താനുള്ള പരിപാടിയാണ്. അപ്പോൾ എന്തായാലും പോണ വഴിക്കാണ് നമ്മുടെ മജിദാക്കൻ്റെ കട കേട്ടോ. ഇതാണ് നമ്മുടെ കുട്ടികൾ ഇടയ്ക്കിടയ്ക്കല്ല ഡെയിലി വരുന്ന കടയാണ്. ഒരിക്കൽ ഇവിടെ നിന്നൊരു മുട്ടായി ഒരു ദിവസം വാങ്ങിയിട്ടില്ലെങ്കിൽ അന്ന് ഭയങ്കര പ്രശ്നമാണ് കേട്ടോ. പിന്നെ അവിടെ കുറേ പടക്കങ്ങൾ ഇരിക്കുന്നുണ്ടപ്പോൾ ഇസുവിന് അതൊക്കെ ഇപ്പോൾ വേണം പൊട്ടിക്കാനെന്നൊക്കെ പറഞ്ഞിട്ട് വയലൻ്റ് ആവാൻ തുടങ്ങിയപ്പോഴേക്കും നമ്മളെ കുട്ടേട്ടൻ്റെ ഓട്ടോ വന്നു. അങ്ങനെ അത് കൈയാട്ടി നിർത്തി നമ്മൾ അതിൽ ചാടി കയറി പോവുകയാണ് കേട്ടോ. ഇസും ഷെയ്ലത്താത്തയും ഐസും ഞാനുമാണ് ഓട്ടോയിൽ പോയത്. സയാനും ഷീനും ഷീഫും പിന്നെ വേറെ ആരൊക്കെ നടന്നു പോയിട്ടുണ്ട് കേട്ടോ. കുറച്ച് ദൂരെയുള്ള സ്കൂളിലേക്ക് വലിയ ദൂരമൊന്നുമില്ല. അങ്ങനെ അവിടെ എത്തി. ഇസുവിന് സ്കൂൾ കണ്ട ഭയങ്കര സന്തോഷം. അവിടെ പാർക്ക് ഉണ്ട് കേട്ടോ. അതാണ് അവൻ്റെ മെയിനായിട്ടുള്ള ഇവിടുത്തെ ഒരു ഇഷ്ട സ്ഥലം. അതിനാണ് സ്കൂൾ പോവാന്ന് പറയുന്നത്. ഭയങ്കര ഇഷ്ടമാണ് സ്കൂളിൽ പോകണത്. അവിടെ എത്തിയപ്പോൾ അല്ലേ ഇസു സയാനൊക്കെ ആദ്യമായിട്ട് കാണുന്നമാരൊക്കെ അഭിനയിക്കാൻ നടത്തി. അങ്ങനെ നേരെ സയാൻ്റെ ക്ലാസ് പോയി പേപ്പറൊക്കെ കിട്ടി, മാർക്കൊക്കെ കണ്ട് ബോധിച്ചു. കുഴപ്പമില്ല കേട്ടോ, ഇംഗ്ലീഷിൽ മാത്രം കുറച്ച് വീക്കാണ്. അതിൻ്റെ ഇടയിൽ സുൽത്താനെ കണ്ടു, ഇസുവിൻ്റെ അല്ല സയാൻ്റെ ഷീനുവിൻ്റെ ചങ്ക്. അത് കഴിഞ്ഞിട്ട് നേരെ നമ്മൾ സിദ്ദിഖാക്കാൻ്റെ കുട്ടീൻ്റെ പ്രോഗ്രസ് കാർഡിലൊന്ന് ഒപ്പിടാൻ പോയി. പിന്നെ നമ്മുടെ നാത്തൂൻ്റെ കുട്ടിയുടെ, നാത്തൂൻ എന്ന് പറയുന്നത് എളാപ്പാൻ്റെ മകളുടെ കുട്ടി. അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ പ്രിൻസിപ്പളുടെ റൂമിലോട്ട് പോയി കുറച്ച് നേരം വെയിറ്റ് ചെയ്തിരുന്നു. ഇവിടെ ബുക്സൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ മക്കൾക്ക്. അവിടെ പ്രിൻസിപ്പൾ വരാൻ കുറച്ച് ലേറ്റായി ഗൈസ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇസുവിനെ ചേർത്തിയപ്പോൾ എനിക്ക് എന്തോ ഒരു ഇഷ്ടപ്പെട്ട കേട്ടോ, എന്താ അറിയില്ല. അങ്ങനെ എന്തായാലും എനിക്ക് സ്കൂളിൽ പോകുമ്പോൾ പറയുമ്പോൾ ഭയങ്കര സങ്കടം ഇടങ്ങേറൊക്കെ ഉണ്ട്. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഐസൊക്കെ തിന്ന് ഓട്ടോയിൽ കയറി ആടിപ്പാടി വീട്ടിലെത്തി കേട്ടോ. അങ്ങനെ നമ്മുടെ ഇസുവിനെ സ്കൂളിൽ ചേർത്തിയിട്ടുണ്ട്, എന്താ പറയുക. അപ്പോൾ ഭയങ്കര സന്തോഷം. പിന്നെ വൈകുന്നേരം ആയപ്പോൾ ഞാൻ അർഷാക്കും ഇല്ലാത്തതുകൊണ്ട് ഷാക്കറിനെയും കൂട്ടിയിട്ട് ഒന്ന് ടൗണിൽ പോയിട്ടോ. അർജൻറ്റായിട്ടൊരു സാധനം വാങ്ങിക്കാനുണ്ടായിരുന്നു. പിറ്റേ ദിവസം സൺഡേ ആയതുകൊണ്ട് തന്നെ നമ്മുടെ മദ്രസയിൽ വെള്ള യൂണിഫോമാണ്. അപ്പോൾ എനിക്ക് വെള്ളം മുണ്ടും വെള്ള ഷർട്ടും വേണമെന്ന് പറഞ്ഞല്ല, വാട്സപ്പിൽ മെസ്സേജ് വന്നതില്ലാണ്ട് നാളെ വരരുത് എന്ന്. അങ്ങനെ ഞങ്ങൾ സാമിയെ പോയിട്ടോ, ചെപ്പശ്ശേരി ഉള്ളത്. ഞാൻ ഷാക്കറിന് ഒരു സ്വൈരസവം ഞാൻ കൊടുക്കാറില്ല. ഒരു 2 സാധനം എടുക്കാൻ ഒരു 220 എന്നൊക്കെ പറഞ്ഞിട്ടൊരു ടോക്കൺ നമ്പറൊക്കെ തന്നു. അത് കഴിഞ്ഞിട്ട് നമ്മളിതേ ജസ്റ്റ് ഒന്ന് എൻ്റെ ഡ്രസ്സൊന്ന് കണ്ടോളൂ. ഇത് ഞാൻ 90-ന് എടുത്ത ഡ്രസ്സാണ് കേട്ടോ. ഭയങ്കര സോഫ്റ്റാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇടാൻ വേണ്ടിയിട്ട്. ചൂടിടുന്ന സമയത്തൊക്കെ ഇടാൻ പറ്റിയ ഡ്രസ്സാണ്. അങ്ങനെ അവിടെ നിന്ന് നമ്മൾ ഷർട്ടും മുണ്ടൊക്കെ എടുത്ത് ഇറങ്ങി കേട്ടോ. എന്നിട്ട് നമ്മൾ നേരെ പോവുകയാണ്. ഇതിൽ ഇസു ലിസ്റ്റ് ഇടാൻ നടത്തി ഷാക്കറിൻ്റെ അടുത്ത് അത് വേണം ഇത് വേണം എന്നൊക്കെ പറഞ്ഞിട്ട്. ബട്ട് ഇപ്രാവശ്യം ഒന്നും വാങ്ങിക്കൊടുത്തില്ല. അങ്ങനെ നമ്മൾ നേരെ പോയത് എങ്ങനെയാണെന്നറിയോ, നമ്മുടെ ഇവിടെ തന്നെ വീട്ടിലേക്ക് പോണ വഴിയിലുള്ളൊരു ഹോട്ടലാണ് കേട്ടോ. അപ്പോൾ ഇസുവിന് ഈ ഒരു പുൽക്കൂട് എന്നൊക്കെ പറഞ്ഞു, അതിൻ്റെ ഉള്ളിലിരുന്ന് ഫുഡ് കഴിക്കണം എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ജസ്റ്റ് ഫോർ യു എന്നാണ് നമ്മുടെ കടയുടെ പേര് കേട്ടോ. റോഡ് സൈഡിലായിട്ടാണ് വരുന്നത്. അങ്ങനെ ഞങ്ങളിതേ ഈ ഒരു കുടിലിരുന്നിട്ട് ഫുഡ് കഴിക്കാൻ വേണ്ടി പോവാണ്. ഇസുവിന് അതിനെ ഭയങ്കരമായിട്ട് ഇഷ്ടമായി കേട്ടോ. ഞാനിവിടെ അർഷാക്കുൻ്റെ കൂടെ ഒരു പ്രാവശ്യം വന്നിട്ടുണ്ട്, പക്ഷേ നമ്മൾ അന്ന് അകത്തിരുന്നിട്ടാണ് കഴിച്ചത്. ഇവിടെ മെയിനായിട്ട് ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നത് ഭയങ്കര ആയിട്ട് അവിടെ ഇവിടെയൊക്കെ പ്ലാൻസ് ഉണ്ട് കേട്ടോ. പിന്നെ നല്ലൊരു കാറ്റ്, പുറത്തിരുന്ന് കഴിക്കൊണ്ട് തന്നെ ഫാനിൻ്റെയും പുറത്തുനിന്നുള്ള കാറ്റ് നല്ലൊരു സുഖമായിരുന്നു. എനിക്കിങ്ങനെ ഉറക്കം വരും കേട്ടോ അവിടെ ഇരുന്നിട്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു ഇവിടെ നിന്ന് കിടന്നുറങ്ങാൻ പറ്റിയിരുന്നെങ്കിൽ എന്ന് ഞാനിങ്ങനെ ആഗ്രഹിച്ചു. പക്ഷേ നമ്മൾ കഴിക്കാനാണ് വന്നത്. നമ്മൾ പൊറോട്ടയും ചില്ലി ചിക്കൻ ഫ്രൈ പിന്നെന്താ അതന്നെ ഉള്ളൂ കേട്ടോ. പിന്നെ ഗ്രേവി ഉണ്ടായിരുന്നു. അങ്ങനെ ചെക്കന്മാരതൊക്കെ വന്നപ്പോഴത്തേക്കിനും പെട്ടെന്ന് കഴിച്ച് തീർത്തു കേട്ടോ, വിശന്നിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങാൻ നേരത്തെ ഒരു പടക്കം പൊട്ടിച്ചു. അപ്പോൾ ഇസുവിൻ്റെ ദേഷ്യം വന്നിട്ടോ, ഓലെയുണ്ട് പേടിപ്പിക്കുക പൊട്ടിച്ചിട്ടെന്നൊക്കെ പറഞ്ഞ് ഓൻ വയലൻ്റ് ആയിട്ടോ. ഓനക്ക് പടക്കം പേടിയാണേനും എന്നാൽ പിന്നെ അത് പൊട്ടിക്കുമാണ് കേട്ടോ. പിന്നെ വിഷുവിൻ്റെ തലേന്നാണ് കേട്ടോ ഈ ഒരു എന്താ പറയുക ഈ പടക്കം പൊട്ടിക്കൽ. നമ്മൾ വിഷുവിൻ്റെ തലേന്നും വിഷുവിൻ്റെ അന്നും പടക്കം പൊട്ടിക്കും. അതിലൊന്നും വലിയ വിഷയമല്ല കേട്ടോ. പടക്കം കുട്ടികളൊരു സന്തോഷത്തിന് വേണ്ടി നമ്മൾ പൊട്ടിക്കുകയാണ്. പിന്നെ ഇവിടെ എല്ലാവരും പടക്കം വാങ്ങും. അധികം വാങ്ങാൻ അർഷാക്ക് വേണം കേട്ടോ. കുട്ടികൾക്ക് പൂത്തിരി മേശപ്പൂത്തിരി എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോന്ന് കൊണ്ടും. ഇപ്രാവശ്യം സിദ്ദിഖാക്കയും കൂടെ ഉള്ളതുകൊണ്ട് കാക്കയും കൂടെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ വിഷുവിൻ്റെ അന്നും തലേന്നുമായിട്ട് ഞങ്ങൾ പടക്കങ്ങളും പൂത്തിരികളും പൊട്ടിച്ച് ആഘോഷിച്ചു കേട്ടോ. അപ്പോൾ എല്ലാവരും വിഷു എന്ത് ചെയ്തു എന്നുള്ളത് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ ടാറ്റ ബൈ ബൈ.